തിങ്കളാഴ്ചയുണ്ടായിരുന്ന ഈ പ്രദേശത്തിൻ്റെ അളവും ഇന്നലെ മിനിഞ്ഞാന്ന് ഡ്രോണിലൂടെ എടുത്ത ഈ പ്രദേശത്തിൻ്റെ ഹൈറ്റ് വ്യത്യാസവും നോക്കുമ്പോൾ -2 മീറ്റർ മുതൽ 11 മീറ്റർ വരെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഡെപ്തായി ചളിയും അതുപോലെ തന്നെ മണ്ണും കല്ലുമൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളുടെ താഴത്തിൽ സാന്നിധ്യമുള്ളത് പ്രത്യേകമായി നോക്കി കാണുകയാണ്. ആ വിധത്തിലൊരു പഴുതടച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്നും ആലോചിക്കുന്നത്. പലയിടങ്ങളിലും തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻ തരുന്നുണ്ട്. PRDയും അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു അന്വേഷണവും അവസാനിപ്പിച്ചിട്ടില്ല, ഒരു സംഘത്തിൻ്റെ തെരച്ചിലും അവസാനിപ്പിച്ചിട്ടില്ല. കൃത്യമായ സംവിധാനങ്ങൾ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ 11 മണിക്ക് മന്ത്രിതല ഉപസമിതിയുമായി ഓൺലൈനിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ സംസാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരാശയവും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പുതിയ കേന്ദ്രങ്ങളെ കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മിസ്സിംഗ് കേസുകൾ 216, 180 ഇന്നലെ വൈകുന്നേരത്തേക്ക് കുറഞ്ഞു. ചിലപ്പോൾ ഇനി കുറയും, ചിലപ്പോൾ ചില നമ്പറുകൾ കൂടി വരും. എന്തായാലും അതും മൈന്യൂട്ടായി തയ്യാറാക്കാൻ ഏറ്റവും അവസാനത്തെ നമ്പർ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ റേഷൻ കാർഡ് മാത്രമായിരുന്നു, ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ നോക്കുന്നുണ്ട്, ആശാ വർക്കർമാരും അംഗനവാടി ടീച്ചർമാരുടെയും ലിസ്റ്റ് ആലോചിക്കുന്നുണ്ട്, ഹരിതകർമ്മസേനയുടെ മലിനീകരണ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എല്ലാ ലിസ്റ്റുകളും നമ്മളിപ്പോൾ നോക്കി വെരിഫൈ ചെയ്യുകയാണ്. ഈ 189ഉം 64 സെൻറ്റിലായിരിക്കും. ഒരു സെൻറ്റിൽ 10 വീതം കുഴികൾ പറ്റും എന്നാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ധാരണ. പക്ഷേ ആളുകൾക്ക് ഇറങ്ങാനൊക്കെയുള്ള സൗകര്യം വെച്ച് 7 നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞ അതെ 189ഉം ഇന്ന് തന്നെ എത്ര നേരം എടുത്താലും ചെയ്തു തീർക്കണമെന്നാണ്. അതെ അതായത് ഇന്ന് രാവിലെ കൊണ്ട് തന്നെ ഇന്നലെ 31 കുഴികളാണ് നമ്മൾ എടുത്തിരുന്നത്. ബാക്കി ഈ നിലവാരത്തിൽ വരാവുന്ന വിധത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ആ പോയിന്റിൻ്റെ രണ്ട് വശങ്ങളിലായി പിന്നെ കുഴികൾ എടുക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലാൻ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് എല്ലാ മൃതദേഹങ്ങളും വരിയായി കൊണ്ടുവന്ന് ഒരു നിശ്ചിത നമ്പർ ആദ്യം അങ്ങോട്ട് എടുക്കുക, അത് ഉള്ളിലേക്ക് കയറ്റുക, അതിനുശേഷം വണ്ടികൾ വിടുക. സർവമത പ്രാർത്ഥന കഴിഞ്ഞ് ബോഡി എടുക്കുമ്പോൾ അടുത്ത സെക്ഷൻ വരിക, അത് സൈമിൾട്ടേനിയസായി അങ്ങോട്ട് കയറ്റുക, അതെടുക്കുമ്പോൾ അടുത്ത സംഘം വരിക, അങ്ങനെ തുടർച്ചയായി. ഒരു സമയം എത്രയും ബോഡി സംസ്കരിക്കാം, അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഇന്നലെ 8 മേശയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്ക് ഫുൾ ബോഡി ആകുമ്പോൾ ഒരു 10ഓ 20ഓ വരെ കൊണ്ടുവരാം. പാർട്സ് ആകുമ്പോൾ നമുക്കതൊരു 30 വരെ വർദ്ധിപ്പിക്കാം. അപ്പോൾ എന്തായാലും എണ്ണം കൃത്യമായി പറയാതെ ഏകദേശം നോക്കി മാക്സിമം നമ്പർ എന്ന നിലയിലാണ് നമ്മൾ നോക്കുന്നത്. അതിന് പ്രത്യേകമായി IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തെ നമ്മളിപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ മേൽനോട്ട സമിതി കൂടി കണ്ട് മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത് സ്ഥലം MLA ഉൾപ്പെടെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥലം MLA, ജില്ലാ പഞ്ചായത്ത്, മറ്റ് അംഗങ്ങളെല്ലാവരും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇപ്പോൾ പഞ്ചായത്താണ് അതിൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും നടത്തുന്നത് മേപ്പാടി പഞ്ചായത്താണ്. അവർ വളരെ ഭദ്രമായിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. പുത്തുമലയിൽ വെച്ചാണ് ഞാനും ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്ററും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞത്. നിലവിലുള്ള നമുക്ക് കിട്ടിയ നമ്പറാണ്. ഇപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായി പലതും ഈ ഡീകമ്പോസ് ആയി തുടങ്ങുകയാണ്. ഇനി ആളുകൾ കാണാനുള്ളതൊന്നും ബാക്കിയില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. മനുഷ്യസഹജമായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്ര നേരം എടുത്തത് തന്നെ. അല്ലെങ്കിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ആളുകളുടെ ഉള്ളിലുള്ളൊരു വികാരം ഉണ്ടല്ലോ, പലരും ആശുപത്രി കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. ഒന്ന് അവസാനം ഞങ്ങളൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ പ്രശ്നമില്ലാതിരിക്കാനാണ് ഇത്ര സമയം എടുത്തത്.